മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് നശിച്ച താരങ്ങൾ. സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കും, നിങ്ങളുടെ ഹൃദയം സ്പോഞ്ച് പോലെയാണെന്ന്. എന്നിട്ട് ഞെക്കിപ്പിഴിഞ്ഞ് ജ്യൂസ് പുറത്തെടുക്കും. എന്നാൽ ഇത് ജീവിതത്തിൽ പകർത്തുന്നവരെത്ര പേരുണ്ട്? ഇവിടെ മദ്യത്തിനടിമപ്പെട്ട് കരിയർ നശിച്ചവരും മരണം പോകിയവരും ഒത്തിരിയുണ്ട്. ബോളിവുഡ് സുന്ദരി മനീഷ കൊയ്രാള മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി വല്ലാതെ കഷ്ടപ്പെട്ട വ്യക്തിയാണ്. സഞ്ജയ് ദത്ത് പ്രണയ നൈരാശ്യത്തെ തുടർന്നാണത്രേ മദ്യത്തിന് അഡിക്റ്റായത്. അദ്ദേഹം വേറെ രീതിയിലും പ്രശ്നങ്ങളിൽ കുടുങ്ങി ജയിൽവാസം വരെ അനുഭവിച്ചു. ധർമ്മേന്ദ്ര 15 വർഷത്തോളം സ്നേഹിച്ചത് മദ്യത്തിനെ മാത്രമായിരുന്നു അത്രേ. ബോളിവുഡിലെ പഴയകാല സുന്ദരി മീനാകുമാരി മദ്യത്തെ സ്നേഹിച്ചു തുടങ്ങിയത് വിവാഹമോചിതയായപ്പോഴാണ്. രാജേഷ് ഖന്നയ്ക്ക് മദ്യപാനം സമ്മാനിച്ചത് കരൾ രോഗമായിരുന്നു. അതും നന്നായി കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയത്ത്. കരിയറിന്റെ ഉയർച്ചയുടെ പടവുകൾ കയറുമ്പോഴാണ് ഫർദീൻ ഖാൻ മയക്കുമരുന്നുമായി പിടിയിലാകുന്നതും കരിയറിന് കോട്ടം തട്ടുന്നതും. ദിവ്യ പർവതി എന്ന ബോളിവുഡ് സുന്ദരി തന്റെ യൗവനത്തിലേക്ക് കാലെടുത്തു കുത്തുമ്പോൾ 19ാമത്തെ വയസ്സിൽ തുടങ്ങിയത്രേ മദ്യത്തിനോടുള്ള പ്രണയം. താരത്തിന്റെ മരണത്തിൽ മദ്യത്തിന് പങ്കില്ലെങ്കിലും മരണസമയത്തും ദിവ്യ നന്നായി മദ്യപിച്ചിരുന്നു അത്രേ. ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടത് കലാഭവൻ മണിയെയാണ്. ഡോക്ടർമാരുടെ വാക്കുകൾക്ക് മുഖം കൊടുക്കാതെ മണി വീണ്ടും വീണ്ടും മദ്യം കഴിച്ചപ്പോൾ ആ കലാകാരനെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു. മദ്യപിച്ച് അലങ്കോലമാക്കിയത് നമ്മുടെ ഉർവശിയാണ്. താരം പറഞ്ഞത് മുൻ ഭർത്താവ് മനോജ് കെ ജയനാണ് തന്നെ മദ്യപിക്കാൻ പഠിപ്പിച്ചതെന്നാണ്. മദ്യവും മയക്കുമരുന്നും വെച്ച് ആഘോഷിച്ചതിന് യുവനടൻ ഷൈൻ ടോം ചാക്കോയും ജയിലിൽ കിടക്കേണ്ടി വന്നവരുടെ പട്ടികയിലുണ്ട്. ഒരു പ്രമുഖ നടൻ ദേശീയ അവാർഡ് ജേതാവ് മദ്യപിച്ച് കരൾ നശിച്ച് മറ്റൊരാളുടെ കരൾ വെട്ടിയൊട്ടിച്ചാണ് ജീവിക്കുന്നത്. എല്ലാ പ്രശസ്തിയും ആളും ആരവവും ഉയരുമ്പോൾ ഒന്നോർക്കുക, എപ്പോഴും ഇതെല്ലാം കാണാനും ആസ്വദിക്കാനും നല്ല ആരോഗ്യം വേണം. അല്ലാതെ ആരെന്ത് തന്നാലും വാങ്ങിക്കുടിച്ചും കുത്തിവെച്ചും ഊതിപ്പറപ്പിച്ചും കളയുന്നത് സ്വന്തം ജീവിതമാണെന്നോർക്കുക. ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.